ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിന്നോട് ചെറിയൊരു സംഭവത്തിന്റെ കാര്യമാണ് പറയാൻ വന്നത്. ഇത് നിങ്ങൾക്കും കുറേ ആളുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എന്താ വെച്ചാൽ മെയിൻലി ഞാൻ ഈ ഒരു കാര്യം നോട്ട് ചെയ്യാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞല്ലോ 1-2 മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എത്ര എത്ര സ്നേഹിക്കുന്നു, എത്ര എത്ര കെയർ ചെയ്യുന്നു, അത്രയും എൻ്റെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഇത് ഞാൻ അന്നേരമായിരുന്നു കാണാൻ തുടങ്ങിയത്. ഇത് എൻ്റെ അടുത്ത് എത്രമാത്രം വിട്ടു പോകുന്ന അത് ഞാൻ ഇപ്പം ഇരുന്ന് കരച്ചിലും മാറ്റും ഇതൊക്കെയായിരുന്നു. ഞാൻ യൂസ് ആവാൻ ഭയങ്കര ഇതായി. പിന്നെ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചൊരു സെറ്റായി ഞാൻ ആ ഒരു പാത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ബാംഗ്ലൂരിലേക്ക് ഞാൻ ജോലിയിലേക്ക് മാറിയത്. അന്നേരം ഒരു ബാംഗ്ലൂർ നിന്ന് സത്യം പറഞ്ഞൊരു ഒരാഴ്ച ആവണമെന്നില്ല തോന്നുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ പൂക്കം കുറച്ചുകൂടി ചുടിന്ന് ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നോ അല്ല എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നൊരു മൈൻഡില്ല, ഒരു പോക്ക് അങ്ങോട്ട് പോവാ. എനിക്കത് എത്രമാത്രം സങ്കടമാണെന്ന് ആരോടിങ്ങനെ വെക്കാൻ നോക്കുമ്പോഴും എൻ്റെ ഇന്നത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓ, ഇത്രയും സമയം പറഞ്ഞിട്ടാ നിങ്ങൾ വിളിക്കും ഇവിടെ ഈ ആട്ടലായി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൺസിഡർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും മേ ബി രണ്ടോ ബാംഗ്ലൂരിൽ ഒന്നാകെ ഒരു മാസമായതിൽ ഇത്രയും മുട്ടിയാണ് എന്നെ പോയിട്ടുള്ളത്. ഇതും ജസ്റ്റ് നമ്മൾ ചെയ്യുമല്ലോ, ഈ ചെയ്യുമ്പോൾ മാത്രം പോകുന്ന മുടിയാണ്. ഇതല്ലാണ്ട് ചുമ്മാ മുടി അയച്ചിട്ടാല് വീണോണ്ടേയിരിക്കും. കുളിക്കുമ്പോൾ ഒരു പാടോ അതൊന്നും ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുമ്പോൾ മാത്രം എടുത്ത് വെച്ച മുട്ടിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചിലിറക്കി വിചാരിച്ചിട്ട് എന്താ ചെയ്യണം കാരണം ബാംഗ്ലൂരിലെ പലരോട് ഞാൻ ചോദിച്ചു എന്താ ഹെയർ കെയറിന് വേണ്ടി ചെയ്യണേ ഇവിടെ. മീൻകറിയും വെള്ളത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ എങ്ങനെ വെള്ളം മാറ്റിയിട്ട് ഇടക്കുന്നു സെറ്റാണില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ മുടിയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതി കണ്ട, ചുമ്മാ കഴിച്ചാൽ മുടിയിലെ ഇങ്ങനെ കൊണ്ടിരിക്കും. ഇനി വിളിച്ചാൽ ഇനിയും വീഴും, ഇനി വിളിച്ചാൽ കണ്ട. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയിപ്പോൾ ഞാൻ ഈ മുടി പോക്ക് കണ്ടിട്ടൊന്നും മുടി ഷോർട്ട് ചെയ്യാന്ന് വിചാരിക്കാം. പക്ഷെ ഷോർട്ട് ചെയ്തല്ലാൻ പറയും ഓ ബാംഗ്ലൂർ പോയി ലുക്കൊക്കെ മാറ്റി മുടി ഷോർട്ടാക്കി. എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സങ്കടം വേറൊരാൾക്കത് വേറൊരു കഥ മാത്രമായിരിക്കും, നമുക്ക് മാത്രമായിട്ട് ആ ഒരു സങ്കടം അല്ലേ. അപ്പൊ ആക്ച്വലിയും പറയാവുന്നത് നിങ്ങൾക്കും ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്താ പിന്നെ ചെയ്യുന്നത് എനിക്കും ഒരു പറഞ്ഞു തരൂ പ്ലീസ്.